ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് ജൂലൈ 1 മുതൽ മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം പല സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. നിലവിൽ പദ്ധതി ഫണ്ട് നിലവിൽ അൺസ്കിൽഡ് അതായത് തൊഴിലുറപ്പ് തൊഴിലാളികളെ കൂലി കേന്ദ്രം തരുന്നതായിരുന്നു. നിലവിൽ 60% കേന്ദ്രവും 40% സംസ്ഥാന ഗവൺമെൻറ്റും എന്നുള്ളതാണ് പുതിയ വിബിജി റാംജി എന്ന് പറയുന്ന പദ്ധതിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ എല്ലാ സംസ്ഥാനങ്ങളും ചില സംസ്ഥാനങ്ങളിൽ കോടതിയിൽ പോകുകയും അല്ലാത്ത സംസ്ഥാനങ്ങൾ സംസ്ഥാനത്തിന് വലിയൊരു ബാധ്യതയായി മാറുമെന്ന് പറഞ്ഞിട്ട് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ജൂലൈ 1 മുതൽ വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പ്രവൃത്തി എടുക്കാം, പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏതൊക്കെ വർക്ക് എടുക്കാൻ ഇനി നമുക്ക് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എന്തൊക്കെ രീതിയിലുള്ള പണികളാണ് പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് തൊഴിലുറപ്പ് പ്രവൃത്തികൾ നടന്നു പോകണം. ഇപ്പോൾ മണ്ണ് സംരക്ഷണ പ്രവൃത്തികളായിരുന്നു മെയിനായിട്ട് നടന്നു പോകുന്നത്. അതിപ്പോൾ നിലവിൽ അപ്രൂവലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതാണ് നിലവിൽ 313 വർക്കാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ ലിസ്റ്റ് പ്രകാരം നടപ്പിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിലുള്ള ലിസ്റ്റാണ് അയച്ചത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പരിഭാഷപ്പെടുത്തിയിട്ട് നിങ്ങളെ പറഞ്ഞു തരുന്നത്. അതിൽ ചെറിയ എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെക്കാട്ടിലും അറിയുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് കറക്റ്റാക്കി തിരുത്തി തരണമെന്ന് പ്രത്യേകം പറയുന്നു. അതായത് ഇതിൽ പ്രധാനമായിട്ടും 4 പ്രവൃത്തികളാണ് പ്രധാന വിഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് ജലസുരക്ഷ എന്ന് പറയുന്നതാണ്, 2 ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നതാണ്, 3 ഗ്രാമീണ ഉപജീവന മാർഗ്ഗങ്ങൾ എന്ന് പറയുന്നതാണ്, 4 ദുരന്ത നിവാരണം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മളെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് മാത്രം പറയാം. ജലസുരക്ഷ എന്ന് പറയുന്നതാണ്. അതിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ മെയിനായിട്ട് വിഭാഗം 1 വർക്ക് ചെയ്യുക. അതിൽ പ്രധാനമായിട്ടുള്ളത് കനാൽ നിർമ്മാണം, തടയണകൾ, കുളങ്ങളുടെ പുനരുജ്ജീവന പ്രവർത്തനങ്ങൾ, മഴവെള്ള സംഭരണം, കിണർ നിർമ്മാണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പോൾ നിലവിലത്തെ പ്രധാനമായിട്ടും അത് ആണ് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഒന്നും കൂടി വിവരിച്ചു തരാം. ജലസുരക്ഷ എന്ന കാറ്റഗറിക്ക് കീഴിൽ ആകെ 6 ഉപവിഭാഗങ്ങളായി സബ് കാറ്റഗറീസ് നിരവധി വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയുടെ വിവരങ്ങൾ താഴെ നൽകുന്നു. കനാലുകളുടെ തടയണകളും നിർമ്മിക്കൽ പ്രവർത്തനം, തോടുകൾ, വെള്ളപ്പൊക്ക നിയന്ത്രണ ചാനലുകൾ, ഭൂഗർഭ സൈഡുകൾ. അപ്പോൾ ഇന്നിവിടെ നിർമ്മാണം, ഈ തോടുകളൊക്കെ നിലവിൽ നിങ്ങൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നിലവിൽ നന്നാക്കാനുള്ള അതായത് FP വർക്ക്, അത് FP വർക്കൊക്കെ നിലവിൽ തുടങ്ങാം. പിന്നെ തടയണകളാണല്ലോ, ഗാബിയോൺ മൺകട്ടകൾ എന്നിവ കൊണ്ടുള്ള ചെക്ക് ഡാമുകളുടെ നിർമ്മാണമൊക്കെയാണ് അതിൽ വരുന്നത്. ഗുണഭോക്തൃ അളവിൽ ഭൂരിഭാഗം സമൂഹത്തിന് പൊതുവായുള്ളതാണെങ്കിലും കമ്മ്യൂണിറ്റി ചെയ്ത് ഇൻഡിവിജ്വൽ വ്യക്തികൾക്കും തടയണകൾ നിർമ്മിക്കുക എന്നുണ്ട്. പിന്നെ ജലാശയങ്ങളുടെ നിർമ്മാണവും പുനരുജ്ജീവനം കാറ്റഗറി 2, 1 കനാലുകളും തടയണകളും നിർമ്മിക്കൽ, 2 ജലാശയങ്ങളുടെ നിർമ്മാണം പുനരുജ്ജീവനം എന്ന് പറയുന്ന പ്രവർത്തനങ്ങളാണ്. അതിൽ കുളങ്ങൾ, പെർക്കലേഷൻ ടാങ്കുകൾ, റീചാർജ് പിറ്റുകൾ, കിണറുകൾ എന്നിവയുടെ നിർമ്മാണവും സംരക്ഷണവും, ഉപയോഗശൂന്യമായ കുഴൽക്കിണർ റീചാർജ് ചെയ്യാനുള്ള ഫിൽട്രേഷൻ ചേമ്പറുകൾ, പരമ്പരാഗത ജലാശയങ്ങളുടെ പുനരുദ്ധാരണം, വ്യക്തിഗത ആവശ്യങ്ങൾക്കാളും ഫാം പോണ്ടുകൾ, ടാങ്കുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പിന്നെ ജലസേചന കിണറുകളും വിതരണ സംവിധാനങ്ങളും, കിണറുകൾ വ്യക്തികൾക്കും ഗ്രൂപ്പുകൾക്കും സമൂഹത്തിന് പൊതുവായുള്ളതുമായ ജലസേചന കിണറുകളുടെ നിർമ്മാണം പറയുന്നുണ്ട്. പിന്നെ ഡ്രിപ്പ് ചാനലുകൾ, പിന്നെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളുടെ വീണ്ടെടുക്കൽ. നിലവിൽ പ്രവർത്തനങ്ങൾ വെള്ളക്കെട്ടുള്ള പൊതുഭൂമികൾ കൃഷിക്കോ മറ്റു ആവശ്യങ്ങൾക്കോ അനുയോജ്യമായ രീതിയിൽ മാറ്റിയെടുക്കുക. ഡ്രൈനേജ്, ഇത്തരം പ്രദേശങ്ങളിൽ വ്യക്തികൾക്കും സമൂഹത്തിനും വേണ്ടി ഡ്രൈനേജ് സംവിധാനങ്ങൾ നിർമ്മിക്കൽ. അപ്പോൾ ഡ്രൈനേജൊക്കെ ഇതിൽ നിർമ്മിക്കാവുന്നതാണ്. മണ്ണും ഈർപ്പവും സംരക്ഷിക്കുന്നുള്ള വനവൽക്കരണം. ഇതിലാണ് പ്രധാനമായിട്ട് തൊഴിലുറപ്പ് പ്രവൃത്തി. നമുക്കിപ്പോൾ മൺവരമ്പിന് പകരമായിട്ട് പറയാവുന്ന ഒരു പ്രവൃത്തി ഉള്ളത് ട്രെഞ്ചുകളാണ് ഉള്ളത്. അതായത് തൊഴിലുറപ്പ് മൺവരമ്പ് എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് ഇതിൽ നോക്കിയപ്പോൾ മനസ്സിലാക്കിയത് ട്രെഞ്ചുകളാണ്. ഇനിയിപ്പോൾ അതിലും കൂടുതൽ വേറെ വിഭാഗത്തിൽപ്പെടുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടാവും. നമുക്ക് ഇതിൽ പെട്ടെന്ന് നോക്കിയപ്പോൾ ട്രെഞ്ചസ് ആണ് ഇതിൽ കണ്ടത്. തുടർച്ചയായി മുറിഞ്ഞതുമായ കോണ്ടർ വിവരങ്ങൾ
പിന്നെ തീരദേശ വനവൽക്കരണമുണ്ട്, ബയോ ഡ്രെയിനേജ് ഉണ്ട്, പ്ലാന്റേഷൻ ഉണ്ട്, കണ്ടൽ കിണർ എന്നിവ വെച്ച് പിടിപ്പിക്കലുണ്ട്. വനവൽക്കരണ സ്കൂളുകൾ പോലുള്ള പൊതുസ്ഥാപനങ്ങൾ, വയോരങ്ങൾ, കനാൽ തീരങ്ങൾ, റൂഫ് ടോപ്പ് മഴവെള്ള സംഭരണം ഉണ്ട്. ഇതൊക്കെയാണ് ഇതിലെടുക്കുന്നത്. പിന്നെ അതായത് നമ്മൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ചെക്ക് ഡാമുകൾ നിർമ്മിക്കാം, കിണർ റീചാർജ് സംവിധാനങ്ങൾ, കിണർ റീചാർജ് സംഭരണികൾ, പരമ്പരാഗത ജലാശയങ്ങളുടെ പുനരുജ്ജീവനം, കുളങ്ങളുടെ നവീകരണം, തണ്ണീർത്തട സംരക്ഷണം, പ്രകൃതി ജലാശയങ്ങളുടെ ഉറവുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ. പിന്നെ പറയുന്നതാണ് മലഞ്ചെരുവുകളിലെ മണ്ണൊലിപ്പ് തടയാൻ റിഡ്ജ് ഏരിയ ട്രീറ്റ്മെൻറ്റ്, അതായത് ട്രെഞ്ചുകൾ, കുന്നിൻ ചെരുവുകളിൽ മണ്ണൊലിപ്പ് തടയുന്നതിനും വെള്ളം മണ്ണിലേക്ക് ഇറങ്ങുന്നതിനുമായി തുടർച്ചയായതും മുറിഞ്ഞതുമായ കോണ്ടൂർ വാരങ്ങൾ, നിലവിൽ കണ്ടിന്യൂസ് കോണ്ടൂർ ട്രെഞ്ചസ് നിർമ്മിക്കൽ. ഈ നിലവിലെ ഈ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് തൊഴിലുറപ്പ് കൂടി നടത്താൻ പറ്റുന്ന ഈ WC അതായത് വാട്ടർ കൺസർവേഷന് നിലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ് കോണ്ടൂർ ട്രെഞ്ചസ് എന്ന് പറയുന്നത്. പിന്നെ ബണ്ടുകളുണ്ട്, കൃഷിയിടങ്ങളിൽ മണ്ണും ഈർപ്പവും നിലനിർത്താൻ കോണ്ടൂർ ബണ്ടുകൾ നിർമ്മിക്കാൻ എന്നിവ സ്ഥാപിക്കൽ. ഗണ്ണി പ്ലഗുകൾ, കുത്തിയൊലിപ്പ് പുച്ചു പോകുന്ന ചാലുകൾ, മണ്ണൊലിപ്പ് തടയാൻ കല്ലുകളും മണ്ണും ഉപയോഗിച്ച് ചെറിയ തടസ്സങ്ങൾ. ഇതൊക്കെയാണ് നിലവിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഏതൊക്കെ പ്രവൃത്തികളാണ് പറ്റുക എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് ഇതൊക്കെ. അതിൽ പ്രധാനമായും ട്രെഞ്ചസ് ഉള്ളത്. ബാക്കി എല്ലാ പ്രവൃത്തികളും തൊഴിലുറപ്പ് ഈ 313 പ്രവൃത്തികളാണുള്ളത്. അതും 313 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളാട്ടോ. അപ്പോൾ അതിൽ തന്നെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയ വിവരമാണ് ഇത്. എന്താ പറയുക, ഇതിനെപ്പറ്റി നമുക്ക് എന്താ പറയുക ഒഫീഷ്യലായിട്ട് ഇതിപ്പോൾ ഒരു ലിസ്റ്റാണ് തന്നത്. ഈ ലിസ്റ്റ് പല ഗ്രൂപ്പിലൂടെയും കറങ്ങി കളിക്കുന്ന ലിസ്റ്റാണ്. അപ്പോൾ അതിൽ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചപ്പോഴാണ് ഈ വിവരങ്ങൾ പറഞ്ഞത്. അപ്പം ഈ ലിസ്റ്റൊക്കെ ഒഫീഷ്യലി നമുക്ക് ആരും അയച്ചു തന്നല്ല, പല ഗ്രൂപ്പിലൂടെയും വന്ന സംഭവങ്ങളാണ് ഈ വീഡിയോ വിവരിക്കുന്നത്. പിന്നെ മണ്ണ് സംരക്ഷണത്തിനായുള്ള വനവൽക്കരണം, തീരദേശ സംരക്ഷണം, ഭൂമി വികസനം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകമായിട്ട് ഇതിൽ പറയുന്നത്. അപ്പോൾ മണ്ണ് ജല സംരക്ഷണ പ്രവർത്തികൾ നിലവിൽ ട്രെഞ്ചസൊക്കെ ആണെന്നുണ്ട് ഉള്ളത്. അതായത് നിങ്ങൾക്ക് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ പറയുക മൺപരമ്പ് എന്ന പ്രവൃത്തിക്ക് പകരമായിട്ടാണ് ട്രെഞ്ചസ് വരുന്നത്. മൺപരമ്പിൻ്റെ വേറെ ഒരു പതിപ്പാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും നിലവിൽ നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് കേട്ടോ. ആർക്കെങ്കിലും ജോയിൻ ചെയ്താൽ ഈ ഗ്രൂപ്പ് ഇതിൽ എഴുതിയ മലയാളത്തിലല്ല ഇംഗ്ലീഷിലാണ് വരുന്നത്. അപ്പം മനസ്സിലാക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമുക്കും ഇത് എന്താ പറയുക കറക്റ്റ് ഇതിൻ്റെ ലിസ്റ്റൊക്കെ എടുത്ത് എല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ടൊന്നും പറയാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലിസ്റ്റ് ഏതൊക്കെ നമുക്ക് പറ്റുന്ന പ്രവൃത്തികളെന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളോട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു തന്നത് ഞാൻ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് വിവരിച്ച് തരികയാണ് ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ നമ്മൾ കിട്ടിയാൽ നമ്മൾ ഈ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുന്നതാണ്. നമ്മൾ കിട്ടുന്ന വിവരങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും അറിയിക്കുന്നതാണ്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, താങ്ക്